അമ്മായിയെ. ചലഞ്ച് ഞാൻ ഏറ്റെടുത്തതല്ലേ അമ്മായിയെ. പിന്നെ ഞങ്ങളോട് പറഞ്ഞതാ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു. നിനക്കൊക്കെ എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ നിനക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിയാണ് നീ കണ്ട ജനങ്ങൾക്ക് മൊത്തം അറിയാം. ഉളുപ്പും മാനവും ഇല്ലേടിന്ന് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ചോദിക്കടി ചൂലെ. ഞങ്ങളോട് പറഞ്ഞതാ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു, എനിക്ക് സമ്മതമാണ്. നിങ്ങൾ പത്രക്കാരെ വിളിക്കണ്ട, നിങ്ങളെ വിളിച്ചേക്കാട്ടിൽ ഒരാളെങ്കിലും അധികം വരെ ഞാൻ വിളിച്ചാലാണ്. പിന്നെ അത് വരും കുഴഞ്ഞാട്ടം ഉണ്ടല്ലോ നിന്റെ ഹീ എന്നും പറഞ്ഞ് ഇളിച്ചു പിടിച്ച് കണ്ണേന്ന് വിളിച്ചുകൊണ്ടുള്ള ആ കുഴഞ്ഞാട്ടം കൊണ്ട് ആണുങ്ങളുടെ മെക്കെട്ട് കയറുമ്പോൾ ആണുങ്ങൾ അങ്ങ് വീണു പോവും. അപ്പം മീഡിയക്കാരല്ല അതിൻ്റെ അപ്പുറത്തുള്ളവരും വരും. അത് നീ പറയുന്നതിൽ യാതൊരു വിധ തെറ്റില്ല. നീ വിളിച്ച തന്നെയാണ് മീഡിയക്കാരന്മാർ വരിക. ആ ബാക്കി പറയടി. അതെന്താടി? ഞാൻ ബാറ്റയുടെ ചെറുപ്പാടാറ്, അത് അവളുടെ മുഖത്ത് വെക്കും. അത് ഞാനില്ലാട്ടോ. നിനക്കെന്താടി എന്നെ കാണണ്ടേ? നിനക്ക് എന്നെ കാണാനിട്ട് മുട്ടുന്നുണ്ടായിരുന്നല്ലോ ഒരു 2-3 മാസം മുമ്പ്. ഇപ്പൊ മുട്ടലൊക്കെ പോയോ? പ്രിയനെ കണ്ടിട്ട് നിനക്ക് പൊൻപണം കൊടുക്കാനുണ്ടല്ലോ. പൊൻപണം സ്വീകരിക്കാൻ ഞാൻ വരാടി. പ്രിയനെ കൊണ്ടുവരണ്ടെന്നും പറഞ്ഞ് നീ ഇടങ്കോലിട്ടുകൊണ്ട് തടി തപ്പല്ലേ. ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായല്ലോ സംഭവം. പ്രിയനെ കൊണ്ടുവരണ്ടാന്ന്. കൊണ്ടുവന്നാൽ ഇവള് മുട്ടയിടും. മുട്ട റിക്വസ്റ്റ് ആണ്. പ്രിയനെ കൊണ്ടുവരണ്ടാട്ടോ. പാലിക്കലിനോട് റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റ്. ഇന്നലെ പാലിക്കലിനെ അമ്മാതിരി അട്ടപ്പെട്ടെല്ലാം സോപ്പ് തേക്കുന്നത് കണ്ടു. പാലക്കൽ അങ്ങ് ഒറ്റയ്ക്ക് ചെന്നിട്ട് വേണം അങ്ങോട്ട് തേച്ച് മടിക്ക് കീശയിലാക്കാൻ. ഷെഫീന ബീബി ഒരു കമന്റ് ഇട്ടപ്പോൾ അവിടെ കിടന്നിട്ട് സോപ്പ് അലിയുന്ന പോലെ അലിഞ്ഞു പോയി. അതെന്തോ അത് നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇവള് വിചാരിച്ചു കോംപ്രമൈസ് ആണെന്ന്. അടപെടെല്ലാം ചീറ്റി മൂഞ്ചി ഡ്രൈവിംഗ് സ്കൂൾ താത്ത. ഈ ബാറ്റയുടെ ചെരുപ്പ് നിന്റെ ഉമ്മച്ചിയുടെ മോന്തയ്ക്ക് വെക്കണതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത്. അപ്പോ ആ മാനെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാ. പിന്നെ ഞാനൊരു കാര്യം, എൻ്റെ ഡീ നിനക്ക് താല്പര്യം പോയിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ എങ്ങാനും അവളെങ്ങാനിരുന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വരച്ചാലോ? എൻ്റെ അഭിമാനം പോവില്ലേ? അന്തസ് പോവില്ലേ? വരക്കാരിയാണെന്നുള്ള പേര് പോവും. ഇല്ലടിച്ചൂലെ? അതന്നെ. അപ്പം നീ എന്നെ കൊണ്ടുവരൂലെന്ന് എനിക്ക് നല്ല നിശ്ചയുണ്ടടി. എടി ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നട്ടൽ നിവർത്തിയുന്ന അന്തസ്സിന് വെല്ലുവിളി ഏറ്റെടുക്കടി. നിങ്ങളെ കയ്യിൽ ഒരു വർഷത്തോളായിട്ടുള്ളൊരു പേപ്പർ എടുത്തിട്ട് വരാനാ പറഞ്ഞത്. ഈ 18ഓളം ആൾക്കാരുടെ പേര് പീഡന കേസ് കൊടുത്തില്ലേ, അതിന്റെ ഡീറ്റെയിലും കൊണ്ട് വന്നാൽ മതി. അതിലൊരു 18ഓളം ആൾക്കാർക്കിടെ പേരിൽ ഇവള് ഉണ്ടാക്കിയതിന്റെ പേപ്പറും കൊണ്ട് വരാനാണ് ഇപ്പൊ പറയുന്നത്. ഇതിനു മുമ്പ് ഈ ലസിത പാലക്കിൽ വെള്ളി വിളിച്ചപ്പോ മിണ്ടാത്ത പ്രതികരിക്കാത്ത ഈ കാട്ടുകള്ളി മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ വന്ന് പ്രതികരിക്കുന്നു. ഈ 17 പേപ്പർ കൊണ്ടുവരുമ്പോ അതിൽ ഒരു പേപ്പറിന്റെ ബാക്കിൽ ഇവള് തൂർന്നാണ് പറയണത്. ഇവള് തൂറും. ഈ ചലഞ്ച് ഏറ്റെടുക്കാത്തത് 17 ആൾക്കാരുടെ കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ ഒരാളുടെ എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. നിന്റെ ചത്തുപോയ തന്തയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോടി. നിന്റെ ജീവിച്ചിരിക്കുന്ന വാപ്പയാണ് ആ 18ാമത്തെ ആള് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന നേരം കൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരാളോട് ഒരു കാര്യം പറയുമ്പോ അവർക്ക് അതിൻ്റെതായിട്ടുള്ള, എനിക്കിപ്പം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഏറ്റെടുക്കാൻ പറ്റുമോന്ന് ഇതിനും എത്രയോ മുമ്പ് ചോദിച്ചു. ഇപ്പൊ നിങ്ങൾ വരയ്ക്കാൻ പറയുന്നു, എനിക്ക് പീരീഡ്സ് ആണ്, എനിക്ക് വരയ്ക്കാൻ പറ്റൂല. ഇനിയിപ്പൊ നിങ്ങൾ വരയ്ക്കാൻ ഇവിടെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ചിക്കനും മീനും കൂട്ടിയിട്ടുണ്ട്, ഞാനത് വരയ്ക്കൂല. അങ്ങനത്തെ കുറച്ച് നിങ്ങളൊക്കെ വരുമെന്ന് പറയുമ്പോ എനിക്കായിട്ട് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടാവൂലേ? ഞങ്ങള് വരുന്നെന്ന് പറയുമ്പോ നിനക്ക് ചിലപ്പോ പീരീഡ്സ് ആവും, നീ ചിക്കൻ കൂട്ടും, ചിലപ്പം ബീഫ് കൂട്ടും. അതൊക്കെ സ്വാഭാവികമാണ്. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊരു കള്ളിയാടി നീ. നിന്റെ കള്ളത്തരം ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? നിന്നെ പോലെ ഒരു കാട്ടുകള്ളി കേരളത്തിലില്ല. അമ്മാതിരി വിത്താണ് നീ അല്ലേ? അപ്പൊ ഒരു ആകർഷന് ഭയങ്കര ജമ്മ ജാടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങൾ വരുമ്പം റെഡിയായിട്ട് മാനസികമായിട്ടും അതാണ് നിന്റെ തെറ്റിദ്ധാരണ. ഒരു ആർട്ടിസ്റ്റിന് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് ഗെയിമും ജാടയൊക്കെ ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഒരു പടം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും ജാടയോ ഗമയോ ഉണ്ടാവാറില്ല. നിങ്ങൾ വരുമ്പം
റെഡിയായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഞാൻ റെഡിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പേപ്പർ കിട്ടണോ? ഒരു പടം വരയ്ക്കുന്നതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും റെഡി ആവണോ? ഇതെന്താ ഇതിപ്പോ കഥ? ഇതിപ്പോ കൂത്തു നടത്താനാണോ പോകുന്നത്? പടം വരയ്ക്കാനാണ്, പടം വര. ഇമ്മാതിരി തടയിട്ട് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, വരയുടെ ഒരു ABCD അറിയില്ല. ഏതോ ഒരു സാധനം മാത്രം പഠിച്ചു വെച്ചിട്ട് അത് തന്നെ കണ്ടിന്യൂ വരയ്ക്കുവാണ്. അവൾക്ക് ഞങ്ങൾ വരയ്ക്കാൻ വരണമെന്ന് പറയുമ്പോൾ അവൾക്ക് മെൻസസ് ആവും, ചിക്കൻ കൂട്ടും. പിന്നെ ഞങ്ങൾ പേപ്പറും കൊണ്ട് വരുമ്പം അവൾക്ക് ചിലപ്പോൾ ഗമ കാണിക്കും, അവൾ ജാട കാണിക്കും. ഒരു ആർട്ടിസ്റ്റ്, അതായത് പടം വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ ഒരിക്കലും ഒരു ഗമയോ അല്ലെങ്കിൽ ഒരു ജാടയോ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവൾ ഇന്ത്യൻ പാൻ സിനിമയിൽ അഭിനയിക്കുന്ന സിനി ആർട്ടിസ്റ്റാണ്. അതാണ് ഇത്ര ഗമ്മ, മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഇതിന് വരയ്ക്കാൻ അറിഞ്ഞൂടാ. ഇമാതിരി മുടന്തൻ ന്യായങ്ങൾ പറയുമ്പോൾ തന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ സാധനത്തിന് ഒരു സാധനം വരയ്ക്കാൻ അറിഞ്ഞൂടാന്ന്? ഒരേ ഒരു കണ്ണനെ വരയ്ക്കാൻ എങ്ങോ പോയി പ്രാക്ടീസ് നേടി ആ ഒരു പിക്ചർ സ്ഥിരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നു ഈ കണ്ട 13 കൊല്ലായിട്ട്. വേറൊരു സാധനം മാറ്റി വരയ്ക്കാൻ ഈ സാമാനത്തിന് അറിഞ്ഞൂടാ. അതാണ് മെയിൻ കാര്യം. അതാണ് ഈ കിടന്നുരുളുന്നത്. ഇവളെന്തൊക്കെ ഡിമാൻഡ് വെച്ചു? പ്രിയനെ കൊണ്ടുവരരുത്. 18 കേസ് ഉണ്ട്. 17 കേസിന്റെ പേപ്പർ കൊണ്ടുവരണം. പിന്നെ ചിലപ്പം വരയ്ക്കാനായിട്ട് ഡേറ്റ് പറയുമ്പം അവൾക്ക് പീരീഡ്സ് ആയിരിക്കും, ചിലപ്പോൾ അവൾക്ക് ചിക്കൻ കൂട്ടിയിട്ടുണ്ടാവും. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരയ്ക്കാനായിട്ട് വരാൻ പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ചാലോ? അപ്പം അവൾക്ക് ജാട ഗമ. അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ കള്ളത്തിയുടെ കള്ളത്തരം നിങ്ങളൊന്ന് ഇപ്പം തന്നെ നമുക്ക് പിടികിട്ടിയില്ലേ? അത്രയേ ഉള്ളൂ. ഒരു ആർട്ടിസ്റ്റിന് ഒരു പടം വരയ്ക്കാൻ മാനസികവും ശാരീരികവുമായിട്ട് തയ്യാറാവേണ്ട ആവശ്യമുണ്ടോ? ഏത് സമയത്തും ഏത് പേപ്പർ കിട്ടിയാലും ആർട്ടിസ്റ്റ് ആണെങ്കിൽ അതിൽ വരച്ചിരിക്കും. അതുകൊണ്ടാണ് ശാരീരികമായിട്ടൊക്കെ ഞാൻ റെഡിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പേപ്പർ കിട്ടണോ? സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങൾ വരുമ്പം റെഡിയായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഞാൻ റെഡിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പേപ്പർ കിട്ടണോ? അല്ലാതെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വരച്ചു തന്നാ ഞാൻ നിങ്ങളുടെ മുമ്പ് തോറ്റുപോയില്ല നിങ്ങളെ. അതുകൊണ്ടാണ്. എന്താണ് ഇവള് പറഞ്ഞത്? നമ്മൾ വരുമ്പോൾ നമുക്കിടെ മുമ്പിൽ വരച്ചു തന്നെങ്കിൽ ഇവൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവൾക്ക് റെഡി ആവണം എന്നാണ് പറയണത്. അല്ലാണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ അവൾ തോറ്റു പോവില്ലേ പെണ്ണുങ്ങളെ എന്നാണ് പറഞ്ഞത്. എന്തടി സംശയം? അല്ലെങ്കിൽ നീ ഇനി വരയ്ക്കണ്ട, നീ വരച്ചിട്ട് വലിയ കാര്യമില്ല, നിനക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് ഈ വീഡിയോ കൊണ്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പം പിന്നെ ഇനി വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നീ ഓൾറെഡി തോറ്റു കഴിഞ്ഞു. ഈ വീഡിയോ ഇറക്കിയപ്പോൾ തന്നെ നീ തോറ്റു കഴിഞ്ഞു, ഫെയിൽഡ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളെ കയ്യിലുള്ള പേപ്പർ നിങ്ങൾക്ക് പോയി കഷ്ടപ്പെടുകയൊന്നും വേണ്ടല്ലോ. നിങ്ങളെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്ന 18ഓളം ആൾക്കാരുടെ പേരിൽ ഞാൻ പീഡന കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ കൊണ്ട് വന്നാൽ മതി. പിന്നെ പ്രിയൻ്റെ ഒരു കംപ്ലൈൻറ്റ് കണ്ടു. ചിത്രവരയിൽ എന്തെങ്കിലും കെണിയൊരുക്കി ക്രിസ്മസ് ചെയ്യുന്നു. ഇവിടെ ഈ പ്രിയത്തള്ള ഇതിലെന്താണ് ഇത്ര കെണി? ഞാൻ വരയ്ക്കില്ല എന്ന് പറഞ്ഞു. നീ വരയ്ക്കില്ല എന്ന് പറഞ്ഞില്ല, നീ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. നീ ഇതുവരെ എത്രയോ മാസം മുമ്പ് വെല്ലുവിളിച്ചതാണ്. നീ ഇതുവരെ എന്തെങ്കിലും കമാന്ന് മൊഴിഞ്ഞോ? എടി, ഒരാളൊരു വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പെണ്ണാണെങ്കിൽ, നട്ടലുള്ള പെണ്ണാണെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യുക. അത് ചെയ്യാതിരിക്കാനായിട്ട് നീ അവിടെ തട വെക്കേണ്ട കാര്യമില്ല. ഈ 18 കേസിന്റെ തെളിവ് നീ കൊണ്ടുവരാൻ പറഞ്ഞ് നീ ഇപ്പം വന്നിട്ട് വരയ്ക്കാന്ന് പറയുന്നത് വരയ്ക്കാതിരിക്കാനുള്ള നിന്റെ സൂത്രം, വരയ്ക്കാതിരിക്കാനുള്ള നിന്റെ മറുതട, അത്രയേ ഉള്ളൂ. എനിക്ക് മൊത്തം കുബുദ്ധിയായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും നേർവഴിക്ക് കാര്യങ്ങൾ നടത്താനുള്ള കഴിവില്ല, അല്ലയോ?